കേരളത്തിൽ ഇത്തവണ ബിജെപി അക്കൗണ്ട് തുറക്കുമെന്ന് ബിജെപി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ്. കേരളത്തിലെ ക്ഷേത്രത്തിൽ മൃഗബലി നടന്നു എന്ന DK ശിവകുമാറിന്റെ ആരോപണം കേരള സമൂഹത്തെ അപമാനിക്കുന്നതാണെന്നും എൻ ഹരിദാസ് പറഞ്ഞു. പഴയങ്ങാടി എരിപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലം NDAക്ക് അനുകൂലമായിരിക്കും. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കും. BJP ഗവൺമെന്റ് നടപ്പാക്കി വരുന്ന വികസന പ്രവർത്തനം വോട്ടായി മാറിയെന്നും എൻ ഹരിദാസ് പറഞ്ഞു. സ്വതന്ത്ര ഭാരതത്തിൽ ഇന്നുവരെയില്ലാത്ത വികസനമാണ് നരേന്ദ്രമോദിയുടെ സങ്കല്പവും സ്വപ്നവും. അത് യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ BJP ഗണ്യമായ രീതിയിൽ വോട്ട് വർധനമുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. BJPയുടെ ഇനി BJPയിൽ മാത്രമേ പ്രതീക്ഷയുള്ളൂ. മറ്റു പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, വാഴ കൊലച്ചു കഴിഞ്ഞാൽ അത് കൊത്തണം. കൊലച്ചു കഴിഞ്ഞ പാർട്ടികളായി മറ്റു പാർട്ടികൾ മാറും. കോൺഗ്രസും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും. കർണാടക സർക്കാരിനെ താഴെയിറക്കാൻ മൃഗബലി നടന്നു എന്നാണ് DK ശിവകുമാറിന്റെ ആരോപണം. കേരളത്തിൽ രാജരാജേശ്വരി ദേവസ്ഥാനത്തിന് അടുത്താണ് പൂജ നടത്തിയതെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. ജനാധിപത്യ രാഷ്ട്രത്തിൽ ഇത്തരം അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് കേരള സമൂഹത്തെ ആകെ അപമാനിക്കുന്ന പ്രസ്താവനയാണ് DK ശിവകുമാർ ചെയ്തത്. എന്നാൽ ഇതിനെതിരെ പ്രതികരിക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയോ UDFോ തയ്യാറായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു അന്യ സംസ്ഥാനത്തുള്ള ഒരു അടുത്ത സംസ്ഥാനത്തുള്ള ഉപമുഖ്യമന്ത്രി കേരള സംസ്ഥാനത്തെ പൊതുവെ അവഗണിച്ചപ്പോൾ ആഭിജാത്യ കർമ്മങ്ങളുടെ നാടാണ് കേരളമെന്ന് പറയുമ്പോൾ 3.5 കോടി ജനങ്ങളെയാണ് അവഗണിച്ചത്. പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലക്കാർ, മുഖ്യമന്ത്രി കണ്ണൂർ ജില്ലക്കാരനാണ്, KPCC അധ്യക്ഷൻ കണ്ണൂർ ജില്ലക്കാരനാണ്, KC വേണുഗോപാൽ കണ്ണൂർ ജില്ലക്കാരനാണ്. എന്തുകൊണ്ട് അവർ ഇതിനെതിരെ പ്രതികരിച്ചില്ല, തിരുത്താൻ പറഞ്ഞില്ല? തിരുത്താൻ പറയാത്ത ഇവരൊന്നാണ്. ഇന്ത്യ മുന്നണിയിലാണ് ഇവർ രണ്ടുപേരുമുള്ളത്. ഈ രണ്ടുപേരും ഒരുമിച്ച് സഖ്യത്തിലാണ് മത്സരിച്ചിട്ടുള്ളത്. P. ഭാസ്കരൻ, K. സജീവൻ, അഡ്വക്കേറ്റ് സജിത് കുമാർ, ശ്രീധരൻ ഉണ്ണി തുടങ്ങിയ നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.